Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കവിതാ സമാഹാരം പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ഒരു യങ് പോയറ്റാണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്, സമീഹ ജുനൈദ്. സമീഹ ഇതിനു മുൻപ് നമ്മളുടെ കൂടെ സമീഹയുടെ ആദ്യ കവിതാ സമാഹാരമായിട്ട് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കവിതാ സമാഹാരം 50 കവിതകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സമീഹ എത്തിയിട്ടുള്ളത്. സമീഹ, വെൽക്കം ടു റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. താങ്ക് യു. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. ഷാർജ ബുക്ക് ഫെയറിലൊക്കെ ആയിരുന്നു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വെരി താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ആദ്യം ഷാർജ ബുക്ക് ഫെയറിലായിരുന്നു ബുക്ക് റിലീസ് ചെയ്തത്. ഈ ബുക്കിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, എനിക്ക് ബുക്ക് ഇറക്കാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടെ എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് ഈ ബുക്കിലെ കവിതകളൊക്കെ ഞാൻ എഴുതിയതും. പിന്നെ എൻ്റെ ജേർണൽ ഓഫ് എ സ്റ്റാൾവാർട്ട് എന്നുള്ള ബുക്കിൽ നിന്നും കുറച്ച് കവിതകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കിത് പ്രഗ്നൻസി ശേഷം വേഗം ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിന് ഷാർജ ബുക്ക് ഫെയറിൽ നമ്മളിത് റിലീസ് ചെയ്തത് ഫസ്റ്റായിട്ട്. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം മോൻ ചെറുതായതുകൊണ്ട് എനിക്കന്ന് അവിടെ ഫിസിക്കലി അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് റിയലി ഗുഡ്. അതിനുശേഷം നമ്മൾ ഖത്തറിൽ വന്ന ശേഷം ഇവിടെ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിന്റെ വക ഒരു ഒഫീഷ്യൽ ഖത്തർ റിലീസ് ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് അംബാസിഡറിന് ഇന്ത്യൻ എംബസിയിൽ നേരിട്ട് പോയിട്ട് ബുക്ക് പ്രസന്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഷീൽഡിംഗ് സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടാണ് കവിതാ സമാഹാരത്തിന് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേജ് മറിച്ചു വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത്, ഡാഡ് for gifting me wings, mom for teaching me how to fly, hubby for helping me fly even higher എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഡാഡിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. ആദ്യം ഡാഡിനെ കുറിച്ചായിരിക്കും പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. ഡാഡ് എന്ന് പറഞ്ഞൊരു കവിത തന്നെ ഇതിനകത്തുണ്ട്. 3 ബുക്കിലും ഡാഡ് എന്ന് പറഞ്ഞ കവിത ഉണ്ട്. എവിടെ പോയാലും ഞാൻ ആദ്യം പറയുന്നതും ഡാഡിനെ പറ്റിയിട്ട് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നതും എൻ്റെ അച്ഛനെ തന്നെയാണ്. അപ്പോൾ ഏത് ബുക്ക് എഴുതുമ്പോഴും ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം എഴുതുന്ന കവിത ഡാഡിനെ പറ്റിയിട്ടാണ്. അതൊരു ഇമോഷണലി എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു കവിത ആയതുകൊണ്ടാണ്. ഡാഡ്, when you left me all alone, I started to pretend happiness, because you were my hope, my pillar, and it was you who made me learn to live. My heart aches when ink flows, to pour my heart out as I think about you. My mind wanders being lost, believing you would come back. As your memories do have the strength to stay as a pillar to hold, to bud in the hope, to leave, to find the courage to fight back. I find comfort in my imaginations that assures your presence. Indeed, God's plans are the best, or else the words wouldn't flow when my life couldn't go with the flow. ഉപ്പനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടല്ലേ. ഉപ്പനെ കുറിച്ചുള്ള ഓർമ്മകളും ഉപ്പ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതല്ലേ. ഉപ്പ ഉള്ള ടൈമിൽ എനിക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ കവിതകളായിട്ടും എഴുത്തായിട്ടും മുന്നോട്ട് പോകണം, അതേപോലെ പബ്ലിക് സ്പീക്കിംഗ് ആയാലും എല്ലാം മുന്നോട്ട് വരണം. കാരണം കുറച്ചും കൂടെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു മുമ്പൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ഇതിലോട്ട് ഇമോഷണലി ഉപ്പ പറഞ്ഞ ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ കവിതകളിൽ ഒരു അർത്ഥം വരാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഹോബി പോലെ എഴുതിയിരുന്നു. ചിലത് കവിതകൾ പോലെ ഉണ്ടാവും, ചിലത് കവിതകളാവാറില്ല. ഒരു എഴുത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് കാണണമെങ്കിൽ നമ്മൾ ഇമോഷണലി എന്തെങ്കിലും ഒരു കണക്ഷൻ വേണമെന്നുള്ളത് പിന്നെ എനിക്ക് ഇതിന് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ട്രൂ ആയിട്ട് ബിലീവായി തുടങ്ങിയത്. കാരണം അതിന് ശേഷം ഞാൻ എഴുതുന്ന എന്തും ആ ഒരു ടച്ച് വരുന്നുണ്ട്. അതേപോലെ ഇപ്പം ഞാൻ വേദന എടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആരോട് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എഴുത്തിലൂടെയാണ്. അങ്ങനെയാണ് ഈ 3 ബുക്കും വരാനുള്ള കാരണം. കാരണം നമ്മൾ മറ്റൊരാൾ പറഞ്ഞ് അവരെയും കൂടെ വിഷമിപ്പിച്ച് എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് ആദ്യം. ഞാൻ ആദ്യം പോയിട്ട് എന്നെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റിയ രീതിയിലൊന്ന് ഹീൽ ചെയ്ത് ആ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന വാക്കുകളാണ് എൻ്റെ കവിതകളായിട്ട് വരാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇമോഷണലി കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എഴുതി പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഏകദേശം ഓരോ ലൈഫ് എക്സ്പീരിയൻസ് പോകുമ്പോൾ റിലേറ്റബിൾ ആയിട്ട് അവർ പറയാറുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ലേഡീസിനും അവർ അച്ഛൻ ഭയങ്കര ഹീറോ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ ഉപ്പേനെ കുറിച്ചോ അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചോ ഒക്കെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു കവിത പോകുന്നത് അല്ലെ. ബാപ്പ എത്രത്തോളം സപ്പോർട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്? അധികവും എനിക്ക് എപ്പോഴും ഇപ്പോൾ ഓഫീസ് ടൈമിലാണെങ്കിലും ഇപ്പോൾ അത് തിരക്കിലാണെങ്കിൽ തന്നെയും ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും കവിതകളൊക്കെ മെയിൽ അയക്കുമായിരുന്നു. അന്ന് ചെറിയതായിരുന്നു, അപ്പോൾ കവിതകളും ആ ഒരു ചെറിയ കവിതകളൊക്കെ ആയിരുന്നു. ഭയങ്കര നല്ല കവിതകളൊന്നുമില്ല, എന്നാലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് തിരിച്ച് അപ്പം തന്നെ എന്ത് തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കാതെ എന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്തിലായാലും ഇപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നെവർ മിസ് ചെയ്യാൻ ഒരിക്കലും ഇത് തന്നിട്ടില്ല. എപ്പോഴും
എപ്പോഴും എന്തുണ്ടെങ്കിലും ഓൾവേസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഡെഡിക്കേഷനിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് തന്നെ ഡാഡിനെ പറ്റി എഴുതുന്നത്, പിന്നെ മോം, പിന്നെ ഹബ്ബി, ഓരോ റീസൺസ്. അപ്പോൾ വേദനയും സ്നേഹവും ഒക്കെ ഒരുമിച്ച് പങ്കുവെക്കുന്ന ഒരു കവിതയാണ് ഡാഡ് എന്ന് പറയുന്നത്. നമ്മള് ഡാഡിനെ പറ്റിയിട്ടാണ് ഒരു കവിത കേട്ടത്. ഉമ്മയാണ് എങ്ങനെ പറക്കണം എന്ന് പഠിപ്പിച്ചത് അല്ലെ? ഉമ്മയെ കുറിച്ച് ഒരു കവിതയുണ്ട്, അതെല്ലാ ഉമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കവിത. അതെ, തീർച്ചയായും. My mom, my strength. When life does trick you, when the face changes to tease you, when hardship chokes you, and when it is hard to be you, she stood with me, behind me, and for me. It was for her I didn't break wholly. It was for her I regained the strength, filled my veins with ink, poured my thoughts to heal. Little did I know it could transform pain into power, hopelessness into hope, chaos into calmness. Indeed, she is my strength. Without her, I might be dried. Now, I'm blooming with the roots she gifted and watering hers while spreading the fragrance for everyone in need. God gifted me the power to write and a blessing, my mom, my strength. അമ്മ വലിയ ശക്തി കൂടെയുണ്ട് എന്നുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകും. അച്ഛൻ്റെ സപ്പോർട്ട് എല്ലാവരും പറയുന്നതിനൊപ്പം തന്നെ അമ്മ നൽകുന്ന ഒരു ബാക്ക് സപ്പോർട്ട്. അത് ആദ്യം എല്ലാവരും പറയാം, നമ്മള് പെൺമക്കളധികം അച്ഛന്മാരെടുത്തും അമ്മക്കളധികം അമ്മമാരെടുത്തായിരിക്കും അടുപ്പം കൂടുതൽ. എനിക്ക് അച്ഛൻ നഷ്ടമായ ശേഷം മുമ്പായാലും അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മദേഴ്സ് ഗേളും കൂടെ തന്നെയാണ് ഡാഡീസ് ഗേൾ എന്ന് പറയുന്ന പോലെ തന്നെ. കാരണം ഇവിടെ ഞാനും അമ്മയും നാട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കായിരുന്നു കോളേജ് ടൈമിലൊക്കെ. കാരണം ചേട്ടന്മാർ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഖത്തറിലാണ്. അപ്പോൾ കൂടുതൽ ടൈം ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്ക്. ഞങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, KLF നാട്ടിലുണ്ടാകുന്ന, പിന്നെ പോയട്രി, ഓരോ പരിപാടികളൊക്കെ, ട്രാൻസ്പോർട്ടേഷന് കാര്യങ്ങൾ എന്തായാലും. ഇപ്പം ഞാൻ എന്ത് പരിപാടിക്കും, ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ മാളയിലാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് കോഴിക്കോടൊക്കെ പോകണമെങ്കിൽ ഞാൻ പറയും ഞാനും വരാം, പോവാം, ഞാൻ ഓരോ പരിപാടി അവിടെ ദൂരം ഉണ്ട്, ഈ ടൈമാണ് ആ ടൈം, ഞാനും വരാം കൂടെ, പേടിക്കേണ്ട, പോവാം, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പോയിക്കോളൂ. അങ്ങനെ എപ്പോഴും നമ്മൾ പറയും. ഈ നേരത്തെ ഞാൻ ഡാഡിനെ പറ്റി പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ടെങ്കിലും അതിന് എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ട്. ഇപ്പം എനിക്ക് ആദ്യം ഒരു നമ്മളറിയാം സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതിന് അമ്മ എപ്പോഴും പറയും, ആ ഒരു പുഷ് എപ്പോഴും തന്നിരുന്നത് അമ്മയാണ്. ഇപ്പോഴും അതെ, എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമെങ്കിൽ തന്നെ ബുക്കിന് പരിപാടിക്ക് അല്ലെങ്കിൽ ആണെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ ബുക്ക് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ അമ്മയാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നതിനെ പരിചയപ്പെട്ടിട്ട് ആദ്യം തന്നെ എൻ്റെ മോള് ബുക്കൊക്കെ എഴുതും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയാണ്. ഞാൻ പറയും എൻ്റെ മാർക്കറ്റിംഗ് മാനേജർ ആക്കാം അമ്മേനെ എന്ന് എപ്പോഴും ഞാൻ പറയും. ഇപ്പോൾ എയർപോർട്ടിൽ ഇപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ മിഞ്ഞാന്നാണ് അമ്മ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. അപ്പം ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അമ്മ ഹജ്ജിന് പോകുന്നുണ്ട് ഈ വർഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ബുക്ക് എടുത്തോളൂ, എന്തിന് വായിക്കാനൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ നിന്ന് ഒരു ഫോട്ടോ സെൽഫി എനിക്ക് അയച്ചു. നോക്കുമ്പോൾ എൻ്റെ ബുക്കാണ് അവിടെ എയർപോർട്ടിലിരുന്ന് വായിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഭയങ്കര ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കുന്നതിന് സന്തോഷമാണ്. കാരണം അതിപ്പോൾ ആൾക്കാർ ചോദിച്ചു വരാം വായിക്കുന്നതുകൊണ്ട് വായിച്ച ആദ്യം തന്നെ വായിക്കാം മോം എന്നുള്ള കവിതയാണ്. അതേപോലെ ആരെയും കാണിക്കണമെങ്കിലും ആദ്യം തന്നെ കാണിക്കാം മോം എന്നുള്ള കവിതയാണ്. എന്നെ പറ്റി ഇത് ആ കവിത എഴുതിയിട്ടുണ്ടെന്നുള്ള സന്തോഷവും ആ ഒരു ഇതും അതേപോലെ തന്നെ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അമ്മയുടെ ഒരു എന്നെക്കാട്ടി കൂടുതൽ എൻ്റെ ബുക്കിനെ സ്നേഹിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് അമ്മയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖത്തറിൽ കഴിഞ്ഞ വട്ടം നമ്മൾ സെക്കൻഡ് ബുക്കിന് വന്നപ്പോഴായാലും അമ്മയാണ് എല്ലാവരും വിളിച്ചത്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ഡെഡിക്കേഷനിൽ അമ്മേനെ എപ്പോഴും ഉൾക്കൊള്ളുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും അമ്മയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ വരികൾ കടന്നു പോകുന്നത്. അതേപോലെ അമ്മമാരായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് എല്ലാ അമ്മമാർക്കും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും എല്ലാവർക്കും നമ്മൾ അമ്മമാരോട് ഒരു കണക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഡാഡീസ് ഗേൾ ആയാൽ തന്നെ നമ്മൾ കൂടുതൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് നമ്മുടെ അമ്മയുടെ അടുത്ത് നമ്മൾ അമ്മയുടെ അടുത്ത് എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഒരു അറ്റാച്ച്മെന്റ്, അതേപോലെ അമ്മ തരുന്ന ഒരു മോട്ടിവേഷനാണ് നമുക്ക് എന്തിലോട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ നമ്മൾ കോളേജിലുള്ളപ്പോൾ തന്നെ പറയും ഭയങ്കര ലക്കിയാണ്, കാരണം അമ്മ എല്ലാത്തിനും അനുവദിക്കും, എവിടെ പോകണം എപ്പോൾ പോകണം. ഞാൻ ഡ്രൈവിങ്ങും പഠിച്ച ശേഷം എവിടെ പോകണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോയിക്കോളും, എന്ത് വേണം എപ്പോൾ ചൂണ്ടി. കാരണം നമ്മളുടെ ആ ഒരു വിശ്വാസം അവർക്കുള്ളതുണ്ട്, അതേപോലെ ആ ഒരു ട്രസ്റ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായാലും എനിക്ക് എവിടെ പോകാനാണെങ്കിലും എന്ത് ചൂസ് ചെയ്യാനാണെങ്കിലും ആ ഒരു ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം, ഫ്രീഡവും നമ്മുടെ ആ ഒരു ട്രസ്റ്റും നമ്മുടെ ആ ഒരു ബിലീഫും എല്ലാം കൂടെ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ എവിടെയാണോ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്മ എന്ന അല്ലെങ്കിൽ ഉമ്മ എന്നുള്ള വാക്കിലേക്ക് വരുന്നത് ജന്മം നൽകുമ്പോഴാണ്. ജന്മം നൽകുമ്പോൾ ഒരു അമ്മയെ കൂടി അവിടെ ജനിക്കുകയാണ്. അപ്പൊ അതും ഒരു കവിതയായി മാറിയിട്ടുണ്ട്. ബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുണ്ട്, ആ കവിതയിലേക്ക് വരാം. ആ കവിത ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അതെന്റെ മോൻ ജനിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടിയിട്ട് എഴുതിയൊരു കവിതയാണ്. അത് എഴുതുമ്പോഴും ആ ഒരു ഫീലിംഗ് ഒരു ഡിഫറെന്റ് ആയിരുന്നു. കാരണം നമ്മളെപ്പോഴും പറയും നമ്മൾ അമ്മയായി കഴിയുമ്പോഴാണ് അമ്മയുടെ വില മനസ്സിലാവുള്ളൂ, നമ്മൾ കൂടുതൽ മനസ്സിലാവുള്ളൂ. അല്ല അമ്മയായി കഴിയുമ്പോഴാണ് ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയും. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അപ്പോൾ ഈ കവിത എഴുതുമ്പോഴായാലും എൻ്റെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ബർത്ത്. The moment I felt alive was the moment you arrived. As an eye blink, 8 months passed. My dreams grew, waiting for you. My excitement grew, thinking about you. 1 month to go to hold you in my arms, to give you all my heart and to be your brave mom.
കുഞ്ഞിനെ കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരമ്മ. ആ അമ്മയായതിനു ശേഷവും അല്ലെങ്കിൽ അമ്മയാകുന്നതിന് മുൻപുള്ള സമയവും ഒക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഈ വരികളിലൂടെ. 8 മാസമായപ്പോഴാണ് ഈ കവിത എഴുതിയത്. അപ്പോഴാണ് എനിക്ക് ഈ ബുക്ക് എങ്ങനെയെങ്കിലും എനിക്ക് പ്രഗ്നൻസിക്ക് തീരുന്നതിന് മുമ്പ് എനിക്ക് പബ്ലിഷ് ചെയ്യണം, ആ ഒരു ഡ്രീം പോലെ തന്നെ തുടങ്ങിയതും. നേരത്തെ പറഞ്ഞ ജേർണൽ ഓഫ് സ്റ്റാൾവാർട്ട് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഡയറിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബുക്കിന്റെ കവർ പേജിൽ ആ ഒരു ബുക്കിൽ നിന്നാണ് ഈ സൺഫ്ലവർ വരുന്നത്. അപ്പോൾ കുറച്ച് കവിതകൾ ആ ഡയറിയിൽ നിന്നാണ്. ആ ഡയറി ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഡയറിയാണ്. അതിൽ ഞാനിട്ട പേരാണ് ഈ ജേർണൽ ഓഫ് സ്റ്റാൾവാർട്ട് എന്നുള്ളത്. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലെ ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതിലെഴുതിയ കവിതകൾ കൂടാണ്ട് ഈ കവിതകൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം പറഞ്ഞാൽ മോൻ ഇനി 1 മാസം കൂടെ കഴിഞ്ഞാൽ മോനെ മീറ്റ് ചെയ്യാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും പിന്നെ ഒരു അമ്മയാവുക എന്നുള്ള ഫീലിങ്ങിന്റെ ഒരു എല്ലാം കൂടെയാണ് ഈ കവിതയിലുള്ളത്. ചെറിയൊരു കവിതയാണെങ്കിലും ഇതിൽ എനിക്ക് കുറെ മില്യൺസ് ഓഫ് മെമ്മറീസും മൊമെന്റ്സും ഒക്കെ ഇതിൽ വായിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ പറയുമ്പോഴും ഇപ്പൊ ചൊല്ലുമ്പോഴും ഓടിപ്പോകുന്നുണ്ട്. ഇതുപോലെ മറ്റൊരാള് ഡെലിവറി ടൈമിലൂടെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട്? അതെ അതെ. അവര് വായിച്ചിട്ട് അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ എനിക്ക് ഫീൽ ചെയ്തിരുന്ന കാര്യമാണ്, ഞാനും ഇതുപോലെ ആയിരുന്നു എന്ന് എക്സ്പീരിയൻസ് ചെയ്തിരുന്ന? ഇൻസ്റ്റാഗ്രാം ത്രൂ അങ്ങനെ മെസ്സേജസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കവിതയാണ് ഞാൻ ഇവിടെ ഒരു ബുക്ക് സർക്കിളിൽ ഞാൻ ഒരു മെമ്പറാണ്. അപ്പോൾ അവിടെ പോയിട്ടും ഈ കവിത ആണ് ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഇങ്ങോട്ട് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഈ കവിതയാണ് റിസൈറ്റ് ചെയ്തതും. അതാണ് ഞാൻ എല്ലാവർക്കും വീണ്ടും അത് പബ്ലിഷ് ചെയ്ത് റിസൈറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത ശേഷം കൂടുതൽ വീണ്ടും അതിനാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതലായിട്ട് എനിക്ക് റിപ്ലൈ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇതാണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു കവിതയിൽ. ഈ കവിതാ പുസ്തകത്തിന്റെ ആദ്യം തന്നെ ഉപ്പേനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു, ഉമ്മേനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. ഉമ്മേനെയും കുറിച്ചുള്ള കവിത നമ്മൾ കേട്ടു. അതേപോലെ തന്നെ ഹബ്ബിയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്, ഹസ്ബൻഡിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. മൈ ലവ് എന്ന പേരിലാണ് കവിതയുള്ളത്. അതെ. All it took for me to live every moment, to believe in love, to feel home in one, and to be grateful is just you. Oh dear, never lose hope. I'll always be your hope, 'cause you are mine and I'm yours. ഇതൊരു ചെറിയൊരു കവിതയാണ്, ആൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. എല്ലാവർക്കും ഒരു തോട്ടിലല്ലോ, കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്നോട് മുമ്പ് കല്യാണം ആലോചിക്കുന്ന ടൈമിൽ എല്ലാവരും പറഞ്ഞ് ബുക്ക് ഇനി എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ വേഗം എഴുതി തീർത്തോളൂ, കല്യാണം കഴിക്കാൻ പോവല്ലേ, പഠിക്കാണെങ്കിൽ പഠിച്ചു തീർത്തോളൂ, കല്യാണം കഴിക്കാൻ പോവല്ലേ. അപ്പം എല്ലാത്തിനും ആ ഒരു ഇതുണ്ട്, കല്യാണം കഴിക്കാൻ പോകണം. പിന്നെ നമ്മുടെ ഡ്രീംസിന് അവിടെ ഒരു സ്റ്റോപ്പാണ് അല്ലെങ്കിൽ ഒരു പോസ് ആണെന്നുള്ളൊരു ഇത്. അപ്പോഴും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി എഴുത്തിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ദൈവാനുഗ്രഹം അതേപോലെ കിട്ടിയ ഹസ്ബൻഡ് നമുക്ക് എന്താ പറയുക എല്ലാ രീതിയിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അതേപോലെ ഇപ്പം എൻ്റെ ഡ്രീംസിനാണെങ്കിലും എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ പറയാം, എല്ലാത്തിലും ആദ്യമായിട്ട് ബുക്ക് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ഒരു പരിപാടിക്കാണെങ്കിലും എഫേർട്ട് എടുക്കാൻ എൻ്റെ കൂടെ നിൽക്കൽ, എൻ്റെ കൂടെ ഒരു സ്ട്രോങ്സ്റ്റ് പില്ലറായിട്ട് നിൽക്കുന്നത് ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഖത്തറിൽ വന്ന ശേഷവും കുറേ ഓപ്പർച്യൂണിറ്റീസും കുറേ ബുക്ക് ക്ലബ്സും അതേപോലെ എല്ലാത്തിലും എനിക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയത് ആളുടെ ഹെൽപ്പ് കൂടി തന്നെയാണ്. അതാണ് ഈ ഒരു ബുക്കിൽ എനിക്ക് ഒരു കവിതയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതേപോലെ ഡെഡിക്കേഷൻ പേജിലും ഹസ്ബൻഡിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. ഫ്ലൈ ഈവൻ ഹയർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി ഉയർത്തി പറക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിന്റെ എല്ലാവിധ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ലേഡീസിന് അങ്ങനെ അവരുടെ ഹസ്ബൻഡ്സ് അങ്ങനെ വലിയ സപ്പോർട്ട് നൽകുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ കവിത എഴുതുന്ന കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല, ഇപ്പൊ ഏതെങ്കിലും ആർട്ടായിരിക്കും, എന്താണോ അവർ ചെയ്യുന്നത് അവരുടെ ഒരു വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയും നമുക്ക് ആ കവിതയെ വായിച്ചെടുക്കാൻ കഴിയുന്ന തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 50ഓളം കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരമാണ്. ആൻഡ് ഇതിലെ മറ്റു കവിതകളിലേക്ക് വരികയാണെങ്കിൽ ബട്ടർഫ്ലൈ ഓഫ് ഹോപ്പ്, പോയട്രി, സ്കൈ, റിമൈൻഡർ, അങ്ങനെ കുറേയധികം കവിതകളുണ്ട്. നമുക്ക് റിമൈൻഡറിലേക്ക് വരാം. I see the light from a mile away, reminding me to never fade away. The noises that once disturbed became the voices unheard. The noises that once disturbed became the voices unheard. Letting the self introspect a little and reminding the self to never settle. ഇതിൽ രണ്ടാമത്തെ സ്റ്റാൻസ, the noises that once disturbed became the voices unheard. One of the habit എനിക്ക് ഇപ്പോൾ കുറച്ച് മാറ്റി വരുന്ന ഓവർ തിങ്കിങ് ആണ്. അതിൽ ആ ഒരു ലൈനിൽ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം അധികം ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് അതൊക്കെ ഇമോഷണലി നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അത് ഞാൻ അതിനെ ഒരു പോസിറ്റീവ് സൈഡ് ആക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടെ കവിതകളിൽ എഴുതാനുള്ള രീതിയിലോട്ടാക്കി. നമ്മൾ ഇമോഷണലി ഡിസ്റ്റർബ് ആയിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ എന്തെങ്കിലും സ്ട്രഗിൾ പോകുമ്പോഴേക്കും അധികം എഴുതാം. അപ്പോൾ ഈ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ അതിനെ ആ ഒരു നോയ്സസ് ദാറ്റ് വൺസ് ഡിസ്റ്റർബ്, ഞാനത് അൺഹേർഡ് ആയിട്ടുള്ള വോയിസസ് ആണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വോയിസസും പിന്നെ ഓവർ തിങ്ക് ചെയ്യുന്നതും എല്ലാം കൂടെ ഞാനതൊരു പോയട്രി രൂപത്തിലാക്കിയിട്ട് അത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു റിമൈൻഡർ എന്നുള്ളത് കൊടുക്കാൻ കാരണം അതൊരു ഹോപ്പ് തന്നെയാണ്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യമല്ല. അപ്പോൾ നമ്മൾ അതിനെ നല്ല കാര്യത്തിലാക്കി എടുത്ത് ഒരു പോയട്രി ആക്കി മറ്റുള്ളവരെ ഹീൽ ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുക എന്നുള്ളതാണ് റിമൈൻഡറിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതിന്റെ ഒരു കവർ ഡിസൈനിങ് തന്നെയാണ്. ആ പുസ്തകത്തിൽ നിന്നും സൺഫ്ലവർ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അതുമല്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇത് നമുക്കൊരു താങ്കിങ് നോട്ട് കിട്ടുന്നുണ്ടായിരിക്കും, താങ്ക് കാർഡ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ബുക്ക് ഇറക്കിയപ്പോൾ ഒരു ഐഡിയ ഇല്ല, ഈ പ്രോസസ്സിനെ പറ്റി അറിയില്ല. നമുക്കൊരു തേർഡ് പാർട്ടി ഇടയിൽ കോൺടാക്ട് ചെയ്തു പബ്ലിഷറായിട്ട്. സെക്കൻഡ് ബുക്ക് ഏകദേശം ഈ പ്രോസസ് ഐഡിയ ഉണ്ട്, എന്നാലും ഒരു താങ്ക് യു കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് ബുക്ക് ആയപ്പോൾ എനിക്ക് അതൊരു ഒന്നാമത് സ്പെഷ്യലാണ്. അതിൻ്റെ ഒപ്പം തന്നെ താങ്ക് യു കാർഡ്, ബുക്ക് മാർക്ക്, മാഗ്നറ്റിക് ബുക്ക് മാർക്ക്, പിന്നെ കുറെ കൊളാബ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ കുറെ പേജസ് വഴി അതെല്ലാം. പിന്നെ അതായത് കുറച്ചും കൂടെ ഈ ഒരു ഫീൽഡിലാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് ബുക്ക് പബ്ലിഷ് ചെയ്താലെന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അതേപോലെ നമുക്കൊരു ബുക്ക് കിട്ടുമ്പോൾ ഈ ബുക്ക് ഞാൻ മെയിനായിട്ട് എപ്പോഴും എൻ്റെ ബുക്കിനെ പറ്റി പറയാം, എപ്പോഴും നിങ്ങൾക്ക് കൈകൊണ്ട് നടക്കാം. നിങ്ങൾക്ക് മൂഡ് ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വായിക്കാം, ഒരു ഹോപ്പ് തരാം. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാലും ഒരു റിമൈൻഡർ ആയിട്ട് എപ്പോഴും ഈ കാർഡ് കൊണ്ടുവെടുക്കാനായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആ കാർഡിലായാലും ഞാൻ എൻ്റെ ഒരു കവിതയുടെ ചെറിയൊരു ഭാഗവും പിന്നെ ഒരു ഹോപ്പ് തരുന്ന മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊളാബ് കുറച്ച് പേജുകളായിട്ട് ചെയ്തിട്ടാണ് ഇതുള്ളത്. ഈ കവർ ഡിസൈൻ ആയാലും ആദ്യം പബ്ലിഷേഴ്സ് ഒരു ഓപ്ഷൻ വെച്ചു, ഇപ്പോൾ വേണമെങ്കിൽ AI അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കവർ അവർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫസ്റ്റ് രണ്ടും ആ ഒരു ഐഡിയ ഇല്ല, എനിക്ക് എൻ്റെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കവർ ഡിസൈന് നല്ല കവറുകളായിരുന്നു, പക്ഷേ നമുക്ക് ഒരു മീനിങ് തരുന്ന ഒരു കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേർഡ് ബുക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനായിട്ട് സംസാരിച്ചു. അവർക്ക് ഈ ഒരു സ്റ്റോറി പറഞ്ഞു, എൻ്റെ ഡയറിയിൽ നിന്നാണ് എഴുതിയത്, ഇങ്ങനെയാണ് കവിതയുടെ പേര്, കവിത സമാഹാരത്തിൻ്റെ പേര് വേണ്ടതൊക്കെ പറഞ്ഞു. അപ്പോൾ ആളാണ് ഇത് ഡിസൈൻ ചെയ്ത് ടൈം എടുത്ത് അത് സ്കെച്ച് ചെയ്ത് അത് വീണ്ടും റെഫർ ചെയ്ത് അതിൻ്റെ ഒരു റീല് പോലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പ്രോസസ്സ് കുറേ ലോങ് ആണ്. നമുക്കിപ്പോൾ എല്ലാവരും പറയും ഉള്ള ടൈമിൽ എളുപ്പമാണ് ഇങ്ങനൊരു കവറിന് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരി ആർട്ടിനായാലും ഒരു ലൈഫ് വേണമെങ്കിൽ നമ്മൾ തന്നെ ഹ്യൂമനൈസ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. കുറച്ച് ടൈം ഒരു 1 വീക്കിനുള്ളിൽ അത് ഡിസൈൻ ചെയ്ത് പറഞ്ഞത് അതേപോലെ തന്നെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആ പറഞ്ഞ ഒരു മെയിൻ പോയിന്റും അതിലുണ്ട്. ജേർണൽ ഓഫ് എ സ്റ്റാൾവാർട്ട് എന്നുള്ള എൻ്റെ 2 വർഷത്തിൻ്റെ ഡയറിയാണ്. ആ ഡയറിയിലുള്ള കവിതകൾ ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും എമേർജ് ചെയ്യുന്ന സൺഫ്ലവേഴ്സും പിന്നെ പുതിയ ബഡ് ചെയ്യുന്ന സൺഫ്ലവേഴ്സും ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് ഈ സൺഫ്ലവറുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് തോന്നിയത്? അതിൽ മെയിൻ ഒരു റീസൺ ഉണ്ട്. അതായത് ഷീൽഡിങ് സൺഫ്ലവേഴ്സ് എന്നുള്ള പേര് എനിക്ക് ആദ്യം മൈൻഡിൽ ജസ്റ്റ് വന്നതാണ്. ഒരു ഷീൽഡിങ് സൺഫ്ലവർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്കതൊരു ക്യാച്ച് ആയിട്ട് തോന്നി ഫസ്റ്റ്. പിന്നീട് അതിൻ്റെ ഇൻഡെപ്ത് പോകുമ്പോൾ സൺഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സൺ വരുമ്പോൾ അവർ ഫേസ് ടു ഫേസ് ആവുകയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഫ്ലവേഴ്സ് ഇതാണെന്ന് പറയാം. അതിനൊരു ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട് എന്നൊക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് എനിക്ക് ഈ പേര് എൻ്റെ മനസ്സിൽ വന്ന ശേഷമാണ്. അതിപ്പോൾ ഞാൻ ബുക്കിൻ്റെ റിലീസ് പരിപാടിക്കാണെങ്കിലും എല്ലാവരും ഈ ടൈറ്റിൽ സൺഫ്ലവേഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അതിനെ പറ്റിയൊക്കെ വന്നു. അപ്പോഴാണ് ഇതിന് ഇനിയും ഇൻഡെപ്ത് മീനിങ് നമ്മൾ വിചാരിച്ചില്ല കൂടുതൽ മീനിങ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് എനിക്ക് ക്യാച്ച് ആയിട്ടായിരുന്നു ഷീൽഡിങ് സൺഫ്ലവേഴ്സ് എന്നുള്ളൊരു പേര് വന്നത്. അതിൽ സൺഫ്ലവേഴ്സ് ഹ്യൂമൻസ് ആയിട്ട് കരുതിയിട്ട് നമ്മൾ ഹ്യൂമൻസിനെ സൺഫ്ലവർ ആക്കുക. നമ്മൾ ഫ്രജൈലാണ്, വൾണറബിൾ ആണ്, എന്നാൽ നമ്മൾ സ്ട്രോങ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മൾ ഒരു ഫ്ലവർ ആയിട്ട് ബ്യൂട്ടിഫുൾ യെറ്റ് നമ്മൾ സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ തന്നെ ഷീൽഡ് ചെയ്യുക. അപ്പോൾ ഈ സൺഫ്ലവറിനെ ഷീൽഡ് ചെയ്യുക വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഷീൽഡ് ചെയ്യുക, ഒരു നെഗറ്റിവിറ്റി ഒന്നും എൻ്റർ ചെയ്യാണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ടൈറ്റിൽ ഇറക്കിയത്. പക്ഷെ അതിന് ശേഷമാണ് കൂടുതൽ ഇൻഡെപ്ത് നമ്മൾ റിസർച്ച് ചെയ്തപ്പോഴും പിന്നെ ഓരോ പരിപാടിക്ക് ഓരോരുത്തർ സംസാരിക്കുമ്പോഴും അറിയുന്നത് ഇതിന് ഇനിയും നമുക്ക് പല മീനിങ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു സമീഹ. ഷീൽഡിങ് സൺഫ്ലവർ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, ഒരുപാട് പേര് അത് വായിക്കട്ടെ, കവിതകൾ ഒരുപാട് പേര് വായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോൾ ഖത്തറിൽ വന്ന ബുക്കുകളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ബുക്സ് ഞാനിപ്പോൾ മിഞ്ഞാന്ന് എത്തിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ബുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരിലേക്ക് എത്തണതെന്നും അവരെങ്ങനെ വായിച്ചിട്ട് എങ്ങനെ എടുക്കുന്നതെന്നും. നമ്മളെ ഫസ്റ്റ് 2 ബുക്ക് പബ്ലിഷ് ചെയ്തത് ഈ പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തേർഡ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഓപ്പൺ റീഡ്സ് എന്നുള്ള പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അവർ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പബ്ലിഷേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് ആയിട്ടാണ് അവരായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മളെ ഇപ്പോഴത്തെ ബുക്സ് ഇവിടെ ഖത്തറിൽ കൊണ്ടുവന്ന ബുക്സ് സ്റ്റോക്ക് തീർന്നിട്ട് നമ്മളിപ്പോൾ പുതിയ ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബുക്സ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ID @stalwart girl creates എന്നാണ്. STALWART ഗേൾ ക്രിയേറ്റ്സ്. സമീഹ ജുനൈദ് തന്നെ ടൈപ്പ് ചെയ്താലും കിട്ടാവുന്നതാണ്. വളരെ മൃദുവായിട്ടുള്ളൊരു ഫ്ലവറാണ് സൺഫ്ലവർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പൂ കൂടി തന്നെയാണ്. പല പ്രതിസന്ധികളെയും എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, സൂര്യകാന്തി പൂ എങ്ങനെ തരണം ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളും അത്തരം കാര്യങ്ങളിൽ തരണം ചെയ്യണം. കവിതകളിലൂടെ പല പേരുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഷീൽഡിങ് സൺഫ്ലവർ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിലൂടെ സമീഹ ജുനൈദ്. അപ്പോൾ എന്തായാലും ഈ ഒരു കവിതാ സമാഹാരം നിങ്ങളും വായിക്കുക. ഇംഗ്ലീഷ് കവിതാ സമാഹാരമാണ്. ഓരോ പേജിൽ ഒരു കവിത എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ കവിത എല്ലാവരും വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും. അപ്പോൾ തൽക്കാലം റേഡിയോ ലൈബ്രറി ഇന്നത്തെ പൂട്ടുകയാണ്. ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.